ഹായ്, എന്താണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ നൗഷാദ് കല്ലിയോട്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ എല്ലാ വീട്ടുകളിലും ഇപ്പോൾ ഒരു സിസ്റ്റം ഇറക്കിയിട്ടുണ്ട്. ഈ നമുക്ക് തുണി കഴുകാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. ഇപ്പം ഞാനിപ്പോൾ ചെയ്തേക്കെന്ന് പറയാൻ ഒരു ടാങ്ക്, അപ്പോൾ തുണി കഴുകുന്ന കല്ല്, അപ്പോൾ അതിനടുത്ത് തന്നെ ഒരു ടാങ്കാണ് നമ്മൾ പണിഞ്ഞേക്കുന്നത്. ചിലത് വേറെ രീതിയിൽ പണി, ഇങ്ങനെ ചെറിയൊരു സാധനം പണി, പക്ഷെ അതുകൊണ്ട് വലിയൊരു ഗുണമില്ല. ഇതെന്ന് പറയുമ്പോൾ ഇന്ന് കാണിച്ചു കൊടുക്കും. ഈ ടാങ്ക് ഇങ്ങനെ വിശാലതയുള്ള ടാങ്ക്. ഈ ടാങ്കിൽ പിന്നെ നമ്മൾ വിശാലമായിട്ട് തുണി ഇട്ട് വെള്ളം പിടിച്ച് നിറച്ച് തുണി ഇട്ട് വെച്ച് അത് ഒന്ന് കുതിർന്ന് എന്നിട്ട് നമുക്ക് ഇതിനകത്ത് നിന്നെടുത്ത് കഴുകാം. കഴിയുന്നതിന് ശേഷം എന്ത് ചെയ്യണം, വീണ്ടും ഇതേമാതിരി എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ ഒന്ന് ഇങ്ങനെ കഴുകി പിഴിഞ്ഞ് എടുക്കാൻ പറ്റും. ഏതെങ്കിലും മറ്റേ വലിയ ബ്ലാങ്കറ്റ്, പുതപ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തിട്ട് തന്നെ നിന്ന് വേണമെങ്കിൽ ചവിട്ടി കഴുകുകയോ ഒക്കെ ചെയ്യാം. നിങ്ങൾ ചെയ്യുമ്പം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ചെറിയ രീതിയിലുള്ള ഒരു ചെറിയ ചട്ടി ഉണ്ടല്ലോ, ആ ചട്ടി പോലെ ഉള്ളത് ചെയ്യരുത്. കുറച്ച് വിശാലതയോടുകൂടി ഞാൻ ഈ ചെയ്ത മാതിരി തന്നെ ചെയ്താൽ ഉപകാരപ്പെടും. അതേമാതിരി തന്നെ വേണ്ട ഈ ടാപ്പ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ അത് വെള്ളം ഇതിനകത്ത് തന്നെ പിടിച്ച് അതേപോലെ ഇത് അടച്ച് വെച്ചിട്ട് ഇത് വെള്ളം ഇതിനകത്ത് ശേഖരിച്ച് നിർത്തിയതിന് ശേഷം നമുക്ക് കഴിയുന്നതിനനുസരിച്ച് വെള്ളം ഇതുവഴി കളഞ്ഞ് നമുക്ക് ഈ വെള്ളം നേരെ പൈപ്പ് വഴി ഏതെങ്കിലും തെങ്ങിൻ്റെ ചോട്ടിലോ പിന്നെ പ്ലാവിൻ്റെ ചോട്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ ഈ വേസ്റ്റ് വെള്ളം കളയുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത്. വലിയൊരു ടാങ്കാണ് ഈ ടാങ്ക്. ഇങ്ങനെ ഇപ്പോൾ പുതിയ യുഗത്തിൽ പണി കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടും. ഇത് പണിയതാണ്ട കൊണ്ട്ര അശോകൻ കല്ലമ്പുറം, ഈ അശോകനാണിത് പണിഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അശോകനെ സമീപിച്ചാലും മതി. അശോകനെ ഇത് പണിഞ്ഞ് നല്ല കറക്റ്റാക്കി തരും. നല്ല വിശാലതയുണ്ട്. അപ്പോൾ എല്ലാവരും പിന്നെ ഇത് പിന്തുടർന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ്. ഞാൻ ആ പ്ലാറ്റും ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ.